ഹായ്, ഞാൻ രാജേഷ്. തിരുവാതിര നക്ഷത്രം, 30 വയസ്സ്. ഇന്ന് എൻ്റെ 90ാമത് പെണ്ണ് കാണലാണല്ലോ. ദയവായി എൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും പറഞ്ഞു നടക്കുന്ന നല്ലവരായ നാറുകളായ നാട്ടുകാരെ, ഞാനൊന്ന് പെണ്ണ് കെട്ടി ഹാപ്പിയായിട്ട് ജീവിച്ചോട്ടെ, കുളമാക്കരുത്. ഞാനേ ഈ ആദ്യമായിട്ടാണ് ഈ പെണ്ണ് കാണാൻ പോണേ. അപ്പോൾ എൻ്റെ ചെറിയൊരു ചിലപ്പം കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാമായിരുന്നു. അവർ വിറയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പേര് രാജേഷ്. പേരെന്താ? ഗീതു. എന്നെ ഇഷ്ടപ്പെട്ടോ? കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് നമ്മളെ മൂത്ത കൊച്ചിനാ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം? ഞാൻ അങ്ങനെയാണ്, എല്ലാത്തിനും ഭയങ്കര ഫാസ്റ്റാണ് ഞാൻ. അങ്ങനെ പെണ്ണ് കിട്ടൂലെന്ന് വിചാരിച്ച എനിക്കും പെണ്ണ് കിട്ടി. മാന്യമായിട്ടൊരു കൊച്ച്. ഇനി രാഷിന്റെ കാലം. അല്ല, ദൈവത്തിൻ്റെ അടുത്ത് ഒരു ചായ. ഭയങ്കര വെയിലല്ലേ? പഴയതുപോലെ കോളേജിൻ്റെ മുമ്പ് പെമ്പിള്ളേരൊന്നും അങ്ങോട്ട് കാണാനില്ലല്ലോ. എന്തു പറ്റി? കള്ളച്ചിരി. എനിക്കറിയാം, കുറേ എണ്ണത്തിനെ വളച്ച എന്നാ. എൻ്റെ പെമ്പിള്ളേർ വന്നിട്ടും കാര്യമില്ലണ്ണ, കല്യാണമായി. ലക്ഷ്മി, ഹലോ. ശരി, ബൈ. എന്നെ മറന്നു കാണില്ലേ? എങ്ങനെ മറക്കാൻ നിന്നെ പോലൊരു ജനത്തിനെ? സഹോദരി. സഹോദരിയോ? ഇത്രയും നാളെ നീ അങ്ങനെയല്ല എന്നല്ല വിളിച്ചിരുന്നേ? ഇത്രയും നാളുള്ള ഞാനല്ല ഇപ്പൊ ഞാൻ. എന്താ വ്യത്യാസം? ഞാൻ പതിയെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരു കണ്ണാപ്പിയായിരുന്നു. ആ വൃത്തികെട്ട സ്വഭാവം മൊത്തം മാറ്റി. കണ്ട, എൻ്റെ ഡ്രസ്സിൽ തന്നെ ഒരു മാറ്റമില്ല. ഞാൻ എല്ലാ പെൺപിള്ളേരെയും ഇന്ന് മുതൽ ഞാൻ സഹോദരിയായിട്ട് കാണും. പ്രത്യേകിച്ച് ഇയാളുടെ സ്വഭാവത്തിന് എന്നിട്ടാണോ താൻ എനിക്ക് മെസ്സേജ് അയച്ച് ശല്യം ചെയ്തോണ്ടിരുന്നത്? ആ മെസ്സേജ് അയച്ചാലും കുട്ടി തിരിച്ചൊന്നും അയക്കില്ല. ഞാൻ ഒരു ഹായ് വിടും, കൊച്ചൊന്നും വേണ്ട. പിന്നെ നിന്നെ പോലെ ഒരു വൃത്തിയായിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ രണ്ടാമത് ഹോയ് വിട്ടപ്പോൾ ഉണ്ടാകുന്നത്. അവസാനം ഞാൻ ഒരു ലവ് ചെന്ന് വിട്ടപ്പം നീ എൻ്റെ ആങ്ങളമാരുടെ അടുത്തും മറ്റേ മുറച്ചെറുക്കൻ്റെ അടുത്തും പറഞ്ഞു കൊടുത്തു. അവന്മാർ ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ വർക്ക്ഷോപ്പിൽ കയറ്റിയാണ് എന്നെ എഴുതിയത്. 10-16 സ്പാൻഡ് കയ്യിലിരുന്ന് കിട്ടേണ്ടത് കിട്ടി. 1.5 ആഴ്ചയാണ് മെഡിക്കൽ കോളേജിൽ മൂത്രം പോകാനാണ് ഞാൻ കിടന്നത്. അതുകൊണ്ടാണ് കിട്ടിയത്. പക്ഷേ ഇനി തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ ഗീതവും മാത്രം. ഗീതോ? അതറിയാം. എൻ്റെ കല്യാണമായി. ഞാൻ കല്യാണം കഴിക്കുന്ന കുഞ്ഞിൻ്റെ പേരാണ് ഗീത. പാവം, അതിന്റെ വിധി എന്താവോ? ഞാൻ ടീച്ചറായി, സത്യം. അതുകൊണ്ട് ദയവായി എൻ്റെ കല്യാണത്തിന് വരണം. എൻ്റെ പൊന്ന് സഹോദരി. അയ്യോ, പഴയ ഓർമ്മ. കല്യാണത്തിന് വരണം. കല്യാണം നിന്റെ കീറിക്കളഞ്ഞ എൻ്റെ ജീവിതം ഇതുപോലെ ആവുമെന്തോ. രണ്ട് വീടും കൂടെ വിളിച്ച സമാധാനമായിട്ട് പെണ്ണ് കേട്ടോ. ചേച്ചി, 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 ഞാൻ രാജേഷ്. പട്ടിയുണ്ടോ? പട്ടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ല, കല്യാണം വിളിക്കാൻ വന്ന. പട്ടിയെ നീ കല്യാണം വിളിക്കാൻ വന്ന? വാടാ ഇവിടെ. അയ്യോ, ചേച്ചി കല്യാണം വിളിക്കാൻ വന്ന. 5-ാം തീയതി എന്റെ കല്യാണം. അത് ശരി, നിന്റെ കല്യാണമായാ? നന്നായി വരും. ഏത് പെണ്ണത്? അയ്യോ, ഗീതു എന്ന് പറഞ്ഞിട്ട്. അയ്യോ, നന്നായിരിക്കട്ടെ ഗീതു. സത്യം, സത്യം ചേച്ചി. എന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. നിന്റെ കല്യാണം ആയല്ലോപ്പാ. അന്ന് നല്ല നാട്ടുകാരെയൊക്കെ നിന്നെ കുറ്റം പറയുമായിരുന്നു. ആക്കണാണോ ചേച്ചി? ആക്കണല്ല, ഞാൻ നിന്നെ ആക്കൂടാ. അല്ല, വേറെ സ്ഥലത്തൊക്കെ കല്യാണം വിളിക്കാൻ പോകുമ്പോഴേ അവര് കല്ലുറക്കി എറിയും. അയ്യോ, അസൂയോണ്ട് പറയണത്. നിന്നെ പോലെ തങ്കം പോലത്തെ ചെറുക്കൻ എവിടെയെങ്കിലും കിട്ടുമോ? ഏത് ഭാഗ്യമതി അത് നോക്കട്ടെ ഞാൻ. നല്ല പുണ്യം ചെയ്ത പെണ്ണ്. തലേ ദിവസം പറഞ്ഞേ ഞാൻ വരൂലേ? പിന്നെ 2 ദിവസം മുമ്പേ. 2 ദിവസം പിന്നെ ഞാൻ അവിടെ എത്തൂലേ? നന്നായി വരും, നന്നായി വരും.
പോയിട്ട് വാടാ. പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം. പോയിട്ടോ. അണ്ണന്റെ അടുത്തും പറയണേ. അണ്ണൻ വരും. പിന്നെ 2 ദിവസം പിന്നെ നമ്മളവിടെ കാണും കേട്ടോ. പോയിട്ട് വാ. 5-ാം തീയതി എത്തുവാടാ. അനുഗ്രഹിക്കണേ. പന്ന അലവലാതി പട്ടി ഉണ്ടാകുന്നു. പട്ടി ഉണ്ടെങ്കിൽ ഞാൻ അഴിച്ചുവിട്ട് കടിപ്പിച്ചിട്ടേ അകത്ത് കയറ്റുള്ളായിരുന്നു. 5-ാം തീയതി ഗീത് പോലും. അയ്യ, വെമ്പിള്ളേർക്ക് ഇവനെ കരുതി വഴിയടക്കാൻ വയ്യ. അപ്പാണ് അവൻ വന്ന് ചോദിക്കണം. അപ്പം അങ്ങ് പോവാം അവൻ്റെ കല്യാണം. ആ പെണ്ണും പറഞ്ഞു അവന് മുടിഞ്ഞ പോയി. അതെ, കൈ എങ്ങനെ വെച്ചിരുന്ന കിഴക്കും. ഇവിടെ വെച്ചോ, ഇവിടെ ഇങ്ങനെ കൈ വെച്ചോ. ഇപ്പൊ കറക്റ്റായി. അന്ന് പെണ്ണാണ് വന്നപ്പോഴേ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അത് കിടന്ന് വിചാരിക്കരുത്. ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമോ? ഇല്ല ഏട്ടാ, ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ലിപ്സ്റ്റിക്? അയ്യോ, അതല്ല, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാന്ന്. അയ്യോ, എനിക്ക് കാനറ ബാങ്കിലാണ് അക്കൗണ്ട്. നീ കിണയാണ് അതാ കിണയായിട്ട് അഭിനയിക്കണം? കിണയെന്ന് വെച്ചാൽ എന്തോന്നേട്ടാ? അത് പറഞ്ഞൂടെ? ഈ കിണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുന്നതാണ് കിണയെന്ന്. ആണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേട്ടനെയാണ്. അപ്പൊ ഇന്ന് മുതൽ ചേട്ടനാണ് എന്റെ കിണ. അതങ്ങനെ ഇപ്പോഴും വിളിക്കണ്ട. ഞാൻ ഉദ്ദേശം അതല്ല. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോഴേ മൊബൈലിലുള്ള ഒരു സംഭവമാണ്. അതിനെ പറ്റി അറിയില്ല? അയ്യോ, അറിയില്ല. ഇല്ല. പ്രശ്നമാവോ? ഇല്ല, അതുണ്ടെങ്കിലാണ് പ്രശ്നം. ആണോ? അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇല്ല? ഇല്ലേട്ടാ. ഫേസ്ബുക്ക് ഇല്ല. വാട്സപ്പ് ഇല്ല. ദൈവമേ, മീമാക്കാൻ നേരത്ത് പോലും ഫ്രഷ് മീൻ കിട്ടിയിട്ടില്ല. കല്യാണം കഴിച്ചപ്പോൾ ഫ്രഷ് പെണ്ണ്. രാഷ, നീ സൂപ്പറാടാ, സൂപ്പർ. ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. ഇനിയുള്ള നമ്മുടെ ജീവിതം ഇങ്ങനെ 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 വെച്ചടി കയറ്റുമായിരിക്കും. അങ്ങോട്ട് ആരാ പറഞ്ഞു? ഒന്നുമില്ല. അങ്ങനെ പലിശയ്ക്ക് കടമെടുത്തെങ്കിലും ഞങ്ങളുടെ കല്യാണം അടിപൊളിയായിട്ട് നടന്നു. പക്ഷേ സ്വപ്നം കാണുന്നത് പോലെ ഒന്നുമല്ല യഥാർത്ഥ ജീവിതമൊന്നും. കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് പിടികിട്ടി. എനിക്കരളിൽ താമസിച്ച എൻ്റെ പെണ്ണുപിള്ള രാക്ഷസി, എനിക്കരളിൽ താമസിച്ച എൻ്റെ പെണ്ണുപിള്ള രാക്ഷസി, രാക്ഷസി രാക്ഷസി രാക്ഷസി, വാലിന്മേൽ പൂവും വാലിട്ടെഴുതി എന്ന കണ്ണുമായി വന്ന വേഷക്കിളി. ചൊറിഞ്ഞൊറിഞ്ഞ് നിൽക്കാതെ വേഗം ആവട്ടെ, അകത്ത് തുണി എഴുവാനുണ്ട്. തുണി ചെയ്യുവാണ്ട് ആദ്യത്തെ തുണി ചെയ്യുവാൻ കല്യാണം ആയപ്പം മര്യാദയ്ക്ക് ആ അണ്ണൻ പറഞ്ഞു കെട്ടല്ലേ കെട്ടല്ലേ. ഒരു മനസ്സമാധാനം ഇല്ലടാ ഈ വീട്ടില്. അതെന്തോ കല്യാണം കഴിഞ്ഞ അങ്ങനെയാണ്. അണ്ണാ, ഇത് കെട്ടണമാരെല്ലാം പറയണ കല്യാണം കഴിഞ്ഞ. എടാ, നിനക്ക് ആദ്യത്തെ ഒരു ഇതാണ്, നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഊപ്പാട് വരും. ഞാൻ പറയാനുള്ള പറഞ്ഞ് നീ കെട്ടേ എന്തോ ചെയ്. നീ ഇതാ ഇവിടെ ഇത്രയും ഭാഗം ഞാൻ തുടച്ചിട്ടിക്കും നിനക്കിരിക്കാൻ വേണ്ടി. കരുതാക്കൊച്ചൊന്നും പറയില്ല കേട്ടോ. പോയിട്ട് നീ കെട്ട്. ഞാൻ കെട്ടും. കെട്ട്. പക്ഷെ നീ അനുഭവിക്കും. നീ അനുഭവിക്കും. അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായ. ആ, നിങ്ങളന്ന് പറഞ്ഞല്ല ആ സൈഡ് തുടച്ചിട്ടി. ഞാൻ എന്താ പറഞ്ഞു? നിങ്ങൾ ഇങ്ങോട്ട് വരണില്ലേ? ആ, ഇപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലളിയാ. നമ്മളെ കാലമൊക്കെ കഴിഞ്ഞില്ലേ. ഒരു കല്യാണം കഴിച്ച് അത് തന്നെ. നീ കല്യാണത്തിന് വരാത്ത നന്നായി. ഇപ്പം വെള്ളമടിയില്ല, ഷർട്ട് വരിയില്ല. നമ്മളെ മറ്റേ ഗ്രൂപ്പില്ലേ കുഞ്ഞമ്മയ്ക്കൊരു ഉമ്മ, അതിൽ നിന്നൊക്കെ ഞാൻ ലെഫ്റ്റായി. വീട്ടിൽ പെട്ടളിയാ. ഒരു പട്ടി ഇല്ലാത്ത ഭാഗ്യം. ഇനി ഞാൻ തന്നെ കിടന്ന് കുരയ്ക്കേണ്ടിയും വരും. കെട്ടല്ലേ അളിയാ, കെട്ടല്ലേ. അനുഭവത്തി എന്ന് പറയണ കെട്ടരുത്. ഓ ശരി, എല്ലപ്പോൾ ഒരിക്കൽ ഗേറ്റിൻ്റെ അവിടെ വന്നെങ്കിലും നോക്കടാ. ചേട്ടാ, എന്താണ് ഇത്ര ആലോചന? എന്താ ആലോചിക്കാൻ? പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ആണോ? ഓ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചാലേ സത്യം പറയൂ? അയ്യോ, ഞാൻ ഇപ്പൊ സത്യം മാത്രമേ പറയൂ കല്യാണത്തിന് ശേഷം. എന്റെ നാട്ടുകാരെ വിളിക്കണ സത്യനല്ലേ വിളിക്കണത്. ചേട്ടാ, എന്റെ കൂട്ടുകാരി പൂജയില്ലേ, അവളെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം തോന്നുന്നു? പൂജ? കൂട്ടുകാരി പൂജ? എന്റെ കൂട്ടുകാരി പൂജ? ചേട്ടാ, നമ്മളെ കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ സത്യം അത് പറയാനുണ്ടോ? ഞാൻ പോലും വിചാരിച്ചില്ല എന്റെ കല്യാണം അത്ര ഗംഭീരമാവും. ആണല്ലേ? നിങ്ങളെ സൈഡിൽ നിന്ന് ഭയങ്കര ആൾക്കാരായിരുന്നല്ലോ. സദ്യയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സദ്യം അടിപൊളി. വീട്ടിലെ ഇപ്പോഴും പായസത്തിന്റെ രുചി എന്റെ വായിന്ന് പോയല്ലേ. അത് മാറാനല്ലേ ആപ്പിടെ വേണോ? വേണ്ട. പിന്നെ എന്റെ കൂട്ടുകാരിമാരെയൊക്കെ പരിചയപ്പെട്ടാ? ഞാൻ പിന്നെ കതിർ മണ്ഡപത്തിൽ താലി കെട്ടിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോൾ ഒരു കൊച്ചിനെ കണ്ട്.
ഒരു പൊക്കമുള്ള ഇവിടെ മൂക്കിന്റെ ഇവിടെ ഒരു അടയാളമുള്ള അയ്യോ അത് അശ്വതി. അശ്വതി ആ കൊച്ചിനെ ഞാൻ കണ്ടു. എന്റെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അവളെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം തോന്നുന്നു? അവളെ അശ്വതിയെ കുറിച്ച് ഒരു പെണ്ണിന് വേറൊരു പെണ്ണിനെ പൊക്കി പറയാൻ ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബകലകം അന്ന് തുടങ്ങും. പക്ഷെ വേറൊരു പെണ്ണെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ അടുത്താണ് കളി. എന്താ പറഞ്ഞ അശ്വതിയെ കുറിച്ച് അശ്വതി സത്യം പറയാല്ലേ, നീ അവളെ കൂട്ടാണെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നെ പോലും കിട്ടൂലായിരുന്നു. അവളെ മോൻ കണ്ടറിഞ്ഞൂടെ ഉടായിപ്പാണെന്ന്. സത്യം. നീ വേറെ നിന്റെ കൂട്ടുകാരിയാണ്ട് ഞാൻ പറഞ്ഞില്ല, കാണാൻ പറ്റാത്ത പല സ്ഥലങ്ങളിൽ വെച്ച് അവളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവളെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഉടായിപ്പാണെന്ന്. നീ ഗൂഗിളിൽ ഉടായി പശുതി എന്ന് അടിച്ചു നോക്കിയാണ് ആദ്യം ഇവിടെ ഫോട്ടോ ആയിരിക്കും പറഞ്ഞത്. സത്യം. നാട്ടുകാർ പറഞ്ഞാൽ തന്തേക്കാലം മോശമെന്നാണ് പറയണ പെണ്ണ്. ആണല്ലേ? പിന്നെ അല്ലാതെ. ഹലോ എടി, നീ കേട്ടാ? നിന്നെ കുറിച്ച് എന്റെ ചേട്ടന്റെ അഭിപ്രായം നീ കേട്ടല്ലോ? നീയല്ലേ പറഞ്ഞു നാട്ടുകാർക്ക് മൊത്തം നിന്നെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണെന്ന്. ദേ ഇനി എന്റെ ചേട്ടൻ ഇടുന്ന ഫോട്ടോയ്ക്ക് ലൈക്കോ കമന്റോ ചെയ്തു കഴിഞ്ഞാ അതൊക്കെ പോട്ട്, ചേട്ടനെ കണ്ടാ മിണ്ട് കഴിഞ്ഞാ നിന്റെ മുഖം പിടിച്ച് കഴിഞ്ഞാൽ ടാറിൽ ഒരുക്കി കൂടി വെച്ചത് കൂടി. ആര്? ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ അശ്വതി, അവള് തന്നെ. കേട്ടോണ്ടിരിക്കുന്ന ചേട്ടാ ചേട്ടാ പൂജ പൂജ, നിന്റെ കൂട്ടുകാരി പൂജ. ഡേയ്, നീ മുമ്പ് എനിക്ക് ഇതുപോലൊരു പണി തന്നു. ഇപ്പം നിനക്ക് ശരിയാക്കി തരാം. പൂജയല്ലേ? ആ, നീ പറഞ്ഞെന്താ? പൂജ. പൂജ. ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമോ? അല്പം കൂടെ ഉച്ചത്തിൽ പറയണ്ടല്ലോ. ഈ പൂജ എന്ന് പറയുന്ന കൊച്ചില്ലേ, സത്യം പറഞ്ഞ അവളെ കൂട്ടുകാരേറ്റ് കിട്ടിയത് നിന്റെ ഭാഗ്യം. അയ്യോ സത്യം. ഇടി 100 പെൺകുട്ടികളുണ്ടെങ്കിൽ പൂജയെ പോലെ ഒറ്റ കൊച്ചുക്കളെ കാണുള്ളൂ. സത്യം. വേറെ ഒന്നും പറയാൻ നിനക്ക് വിഷമം തോന്നരുത്. ഇത് പൂജയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? എന്തോ ഒരു മാന്ത്രിക ശക്തിയുണ്ട് അവളെ കണ്ണില്. അയ്യോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഈ ലാലേട്ടൻ പറയില്ലേ, ഈ മറ്റേ വെള്ളാരം കല്ലെടുത്ത് വെച്ചാൽ അതുപോലെയുള്ള കണ്ണ. മൂക്കിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. സത്യം പറഞ്ഞ നീ വീണ്ടും വിഷമിക്കരുത്. ഇല്ല ചേട്ടാ പറയേ. സത്യം പറയാൻ ആ കുട്ടിയാ നിന്റെ കൂട്ടുകാരായിട്ട് കിട്ടിയത് നിന്റെ ഭാഗ്യം. അയ്യോ സത്യം. ഇടി 100 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി മാത്രമേ അതുപോലെ പൂജയെ പോലെ ഒരു കൊച്ചു. അയ്യോ സത്യം. നമ്മൾ ചില ആണുങ്ങൾ ഒരു പെണ്ണുങ്ങളെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഈ കൊച്ചിനെ കണ്ട നമ്മളിങ്ങനെ നോക്കി നിന്നു. ഈ പൂജയാ അവിടെ കണ്ണിൽ എന്തോ ഒരു മാന്ത്രിക ശക്തി. കണ്ണ് കാണണം. മറ്റേ ലാലേട്ടൻ പറയുമ്പോൾ വൈരക്കല്ല് എടുത്ത് വെച്ചതുപോലെ. കേക്കല്ല, മൂക്ക് കാണണം. അയ്യോ നിന്റെ മൂക്കൊന്നും ഒന്നുമല്ല. സത്യം. ആ പൂജയുടെ മൂക്ക് കാണണം. ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നുന്നു. സത്യമാണല്ലോ. നിന്നെ കാണുന്നതിന് മുമ്പേ ആ പൂജയെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ പൂജയെ കെട്ടിപ്പോയേ. ഹലോ അമ്മ, കേട്ടല്ലോ? ഈ മനുഷ്യന്റെ മനസ്സിരിപ്പോ കേട്ടല്ലോ? ഞാൻ പറയുമ്പോ അമ്മയ്ക്ക് വിശ്വാസം ഇല്ല. ഇപ്പൊ നേരിട്ട് കേട്ടപ്പോ മനസ്സിലായോ? അമ്മ അച്ഛനാണ് അമ്മയുടെ അടുത്ത് ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തു അമ്മ? ഫോൺ അവന്റെ കൊടുക്കടി. ഞാൻ കൊടുക്കാം. അമ്മ പറയും. അമ്മ ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ നിന്റെ ചെകിട അടിച്ച് പൊട്ടിക്കും. ഓ അമ്മ, അയ്യേ അമ്മ, ഓ അമ്മ, ഓ അമ്മ, അമ്മ ഇത് പൂജയോടെ പോയി താമസിക്കും. അല്ല, നമ്മൾ എത്ര നല്ലവനായി അഭിനയിച്ചാലും ജന്മനായുള്ള ഫ്രോഡ് എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരും. അത് തന്നെ എൻ്റെത് പുറത്തു വന്നു. അവൾ പൊക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾക്ക് നല്ല ഡൗട്ടുണ്ട്. നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണേ. എനിക്ക് അങ്ങേരുമായിട്ടുള്ള ജീവിതം അടുത്തടി. അങ്ങേർക്ക് വേറെ ഏതോ പെൺകുട്ടികളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. നിനക്ക് വെറുതെ തോന്നോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ലടി, തോന്നലല്ല, ബന്ധമുണ്ട്. നീ തീരെ മോശമൊന്നും അല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് ഒരുമിച്ച് 3 പേരെയല്ലേ ഒരുമിച്ച് ലൈനടിച്ച് നടന്നത്. ഇടി ഇവന്മാരെ മനസ്സറിയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. ഇവന്മാര് പെട്ടെന്ന് വീഴും. എന്നാലും നിന്നെ സമ്മതിക്കണം, കല്യാണത്തിന് മുമ്പ് അത് 3 പേര്. ആ അതൊക്കെ ഒരു കാലം. മോള് വിചാരിച്ചായിരുന്നോ നമ്മൾ തമ്മിൽ പ്രേമിക്കുമെന്നും കല്യാണം ഉറപ്പിക്കുമെന്നൊക്കെ? അയ്യോ ഇല്ല കേട്ടോ. ആണല്ലേ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഒരു പെമ്പിള്ളേരെ മൂത്ത് നോക്കാത്ത എനിക്ക് മോളെ എങ്ങനെ ഇഷ്ടമായി? അവിടെ
നീണ്ട മൂക്കായിരുന്നല്ലേ? അങ്ങനെ പറ. എന്താ ജോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടാ? എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ജോത്സ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീണ്ട മൂക്കുള്ള പെൺപിള്ളേർക്ക് ശ്രീരാമചന്ദ്രനെ പോലത്തെ പയ്യനെ കിട്ടുള്ളൂ. അയ്യോ, അതുകൊണ്ടല്ലേ ഞാൻ ഇത് ആരോഗ്യം ചെയ്തത് എങ്ങനെയാണെന്ന്. ഇൻസ്റ്റാഗ്രാം എന്തില്ലാത്ത? എനിക്ക് അതിലൊന്നും താല്പര്യം ഇല്ല കേട്ടോ. ഓ, നീണ്ട മൂക്ക്. എന്റെ നീണ്ട മൂക്കാണോ? അല്ല, പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു നല്ല കൊച്ചിനെ കിട്ടിയ എനിക്ക് വയ്യ. ഈ ജോത്സ്യന്മാരുടെ കാര്യം. ഗീതോ, അയ്യോ സുനിലേട്ടൻ. അതെ, എന്റെ ചേട്ടനില്ലേ, സഹോദരന്റെ കൂട്ടുകാരൻ. അതിനിപ്പോ എന്ത്, നമ്മൾ തമ്മിലുള്ള നിശ്ചയം വരെ. പിന്നെ നീ എന്നോട് സംസാരിക്കുന്ന എന്ത് കുഴപ്പം? അയ്യോ, ഞങ്ങളെ കുടുംബക്കാരെ കല്യാണം കഴിയാതെ ഇങ്ങനെ പ്രേമിച്ചൊന്നും നടക്കൂല കേട്ടാ. പ്രശ്നമാവൂ? പ്രശ്നമാവും. എന്റെ സഹോദരൻ അറിഞ്ഞാലേ നമ്മൾ കല്യാണം വരെ മുടങ്ങും. അത് വേണ്ട. നീ എന്തെങ്കിലും പറഞ്ഞേക്കെ. ഞാൻ പോയേ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ചേട്ടൻ പറഞ്ഞേക്കാം. ചേട്ടൻ അങ്ങോട്ട് വരില്ലേ? ഇവിടെ തന്നെ ഇരിക്കണം. ഓരോ കുരിശികൾ വരും കല്യാണം. ബേബി, എന്റെ വണ്ടി വന്നേ ആ പുള്ളി ഇടിച്ച്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഫുഡ് വാങ്ങി കൊടുത്തിട്ട് വിടാന്ന് പറഞ്ഞു വന്നതാ. ബേബി എന്നെ സംശയിച്ചോ? നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും അയാൾക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞാലേ അയാൾ ക്യാഷ് ചോദിക്കും. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാം. ഇല്ലെങ്കിൽ പിന്നെ ബേബി വാങ്ങി തന്ന ഈ ഐഫോൺ ഞാൻ വിറ്റ് കാശ് കൊടുക്കേണ്ടി വരും. അത് ഞാൻ വാവക്ക് വാങ്ങിച്ചു തന്നതല്ലേ? ആണോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ബേബി അങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിൽക്കോ? ശരി. വെയിൽ കൊള്ളല്ലേ? ശരി. കൂളിംഗ് ഗ്ലാസ് വെക്ക്. ആരുടെ അവൻ? അയ്യോ ബേബി, അയാളെ ചേട്ടനാണെന്ന് തോന്നുന്നു. അയാൾ ഫോൺ വിളിച്ച് വരുത്തിയതാ. ബേബി കാണണ്ട. ബേബി അങ്ങോട്ട് മാറി നിൽക്കുവോ? മാറി നിൽക്ക് ബേബി. ചക്കരെ, എന്റെ വണ്ടി ഇത് അവനെ തട്ടി. അവന്റെ ചേട്ടനെ വിളിച്ചു വരുത്തി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനേ പറഞ്ഞ് സോൾവ് ചെയ്തതാ. ചക്കരക്ക് എന്നെ സംശയമല്ലേ? അയ്യോ ചക്കര വരല്ലേ. ചക്കര വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. കൂടുതൽ പൈസ വേണമെന്ന് അവൻ പറയൂലേ. ചക്കര അങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിൽക്കുവോ? അയ്യോ വേണ്ട, ഇവിടെ എവിടെയെങ്കിലും മാറി നിന്നാ മതി. ഞാൻ പോയി സോൾവ് ചെയ്യാം. അങ്ങോട്ട് മാറി നിൽക്കുവോ? ഓക്കെ ചക്കര, ശരി. അതെന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ. എന്റെ ചേട്ടന്റെ കൂട്ടുകാരനല്ല, രണ്ടാമത് നീ സംസാരിച്ച കറുത്ത ഷർട്ട് ഇട്ടവൻ ആരവൻ? അയ്യോ അതെ, എന്റെ കൂട്ടുകാരൻ, എന്റെ വീടിന്റെ അടുത്തുള്ളത്. ഇത്ര രഹസ്യമായിട്ട് പറയാൻ? അവൻ പറഞ്ഞേ എന്നെ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യമാണെന്ന്. അങ്ങനെ പറഞ്ഞു? പിന്നെ എന്നെ ചൂണ്ടിക്കാണിച്ച് എന്തോ പറഞ്ഞല്ലോ. നമ്മൾ രണ്ടുപേരെ ഭയങ്കര മേച്ചാണെന്ന്. ഇത് മാത്രം പറയാൻ എത്ര സമയം? അല്ല, അവൻ നമ്മുടെ എൻഗേജ്മെന്റിന് വന്നില്ല. ഞാൻ കണ്ടില്ല. നമുക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയാൻ വന്നത്. അയ്യോ അതായിരുന്നാ? എനിക്ക് പറയാൻ പറ്റിയില്ല. എന്തോന്ന്? ഓൾ ദ ബെസ്റ്റ്. അല്ല, നിനക്കൊരു പണച്ചാക്ക് ഉണ്ടായിരുന്നല്ലോ, അതിന് നീ എങ്ങനെ ഒഴിവാക്കിയേ? അതൊക്കെ കളയേണ്ട സമയത്ത് ഞാൻ തൂക്കി കളഞ്ഞു മോളെ. അതെങ്ങനെയാടി? എന്താ ഭാവി വരാൻ പറഞ്ഞേ? വാവേ 10-20 വയസ്സായി, എന്നെ പേര് വിളിച്ചാൽ. എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ദേ, ഈ വരുന്ന 5-ാം തീയതി എൻ്റെ കല്യാണം. ദയവ് ചെയ്ത് ആ വഴിക്കൊന്നും വന്നേക്കരുത്. എന്റെ 5 പവന്റെ മാല, എന്റെ ഐഫോൺ, ഇതൊക്കെ ഇതെല്ലാം ഇപ്പൊ വേണോ? തീർച്ചയായും ഞാനത് കൊണ്ടേ പോകത്തുള്ളൂ. ആണോ? കൊണ്ടേ പോളോ? ഞാൻ വാങ്ങിച്ചേ പോകത്തുള്ളൂ. ഈ സീരിയലും ജീവിതം ഒരുപോലെയാണ്. ഒരു പ്രശ്നം തീരുമ്പോൾ ഉടനെ അടുത്ത പ്രശ്നം വരും. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ ഈ എപ്പിസോഡിലെ പ്രശ്നം ഏകദേശം തീർന്നു. അപ്പോൾ പുതിയ പ്രശ്നങ്ങളുമായി അടുത്ത എപ്പിസോഡ് കാണാം. ഇനി പുറത്തു കൊണ്ടുവന്ന് ഫുഡ് വാങ്ങിച്ചെന്നല്ലോ എന്നുള്ള പരാതി വേണ്ട. എന്ത് വേണോ ഓർഡർ ചെയ്തു. അവരോട് ജീവിച്ച് മടുത്ത് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ടോ? ആത്മഹത്യ ചത്തെങ്കിൽ ഞാൻ ഇവിടെ കാണൂടാ. പുല്ലേ ഇവിടെ പാത്രം കഴുകണ കാര്യം. പാത്രം കഴുകണത് ഞാൻ ആണല്ലോ. വൃത്തിയുണ്ടാ? വൃത്തിയുണ്ടാ? നമ്മൾ തമ്മിൽ ആരാണ് കൂടുതൽ സ്നേഹിക്കണം എന്നുള്ള മത്സരം വെച്ച് കഴിഞ്ഞാൽ ഞാനേ ജയിക്കും. ഇല്ല, ഞാനേ. അത് പറയണ്ട, ഞാനേ ജയിക്കും.